എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ കാരച്ചട്നിയുടെ റെസിപ്പിയാണ്. ദോശയ്ക്ക് വീട്ടിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആവശ്യമായ ചേരുവകൾ നോക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള 2 സവാള എടുക്കാം, 3 തക്കാളി, ഇതിലേക്ക് കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്, 5 എടുത്തിട്ടുണ്ട്. നല്ല ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിയെടുക്കാം. പിന്നെ ആവശ്യമുള്ളത് 5 or 6 വെളുത്തുള്ളി അല്ലിയാണ്. ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. ചെറുതായി മുറിച്ചിടാം. കാശ്മീരി മുളക് ചേർക്കുമ്പോൾ ചട്നിക്ക് നല്ല കളറായിരിക്കും. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇടാം, തക്കാളി ചെറുതായി മുറിച്ചിടാം. തക്കാളി നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചട്നി റെസിപ്പിയാണ്. എവിടെയെങ്കിലും യാത്രയൊക്കെ പോവുകയാണെങ്കിൽ ഇഡ്ഡലിയുടെ കൂടെ എടുക്കാൻ പറ്റുന്ന ചട്നിയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാം. മുളക് കുതിർത്തി വെള്ളം കുറച്ച് ഒഴിക്കാം. ഇനി നന്നായി അരച്ചെടുക്കാം. നല്ല സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് താളിച്ചിടാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇടാം. കടുക് പൊട്ടിക്കഴിയാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉഴുന്നിടാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും. അര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. അരച്ച് വെച്ച ചട്നി ഇതിലേക്ക് ഒഴിക്കാം. നന്നായി കുറുക്കിയെടുക്കാം. ഈ സമയത്ത് ഉപ്പൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇതിൽ വെള്ളമെല്ലാം വറ്റി കുറച്ച് കട്ടിയാകണം. അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ചട്നി കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളക്കുമ്പോൾ ഒന്നുകൂടി കട്ടിയാകും. വളരെ രുചികരമായ കാരച്ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും ഈ കാരച്ചട്നിയും മതി. നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.